ഓക്കെ, അപ്പോൾ നമുക്കിനി ഓയിലേഴ്സ് തിയറം. അപ്പോൾ ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഓയിലേഴ്സ് തിയറം സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഓയിലേഴ്സ് തിയറം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ കോൺഗ്രുവൻസ് നമുക്ക് ഇതാണ് ഓയിലേഴ്സ് തിയറം. ഓക്കെ, ലെറ്റ് എം ബി എ പോസിറ്റീവ് ഇൻറ്റീജർ ആൻഡ് എ ബി ആൻ ഇൻറ്റീജർ വിത്ത് ജി സി ഡി ഓഫ് എ കോമ എം ഇസ് ഈക്വൽ ടു 1. അപ്പോൾ എം ഒരു പോസിറ്റീവ് ഇൻറ്റീജർ, എ ബി അനദർ ഇൻറ്റീജർ. എ ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്, പക്ഷേ എം എന്താണ് ഒരു പോസിറ്റീവ് ഇൻറ്റീജറാണ്. ആൻഡ് വെയർ ജി സി ഡി നമ്മൾ ചൂസ് ചെയ്ത എയുടെയും എമ്മിൻ്റെയും ജി സി ഡി എന്തായിരിക്കണം, 1 ആയിരിക്കണം. അതായത് എയോ എം എന്തായിരിക്കണം, റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കണം. അങ്ങനെ ദെൻ എ റേസ് ടു ദി പവർ 5m കോൺഗ്രുവൻ ടു 1 മോഡ് എം ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് എ റേസ് ടു ദി പവർ 5m എന്ന ഫോമാറ്റിലെ ഒരു നമ്പർ എന്തിന് കോൺഗ്രുവൻ്റ് ആയിരിക്കണം, 1 മോഡ് എമ്മിന് കോൺഗ്രുവൻ്റ് ആയിരിക്കണം. അതാണ് നമ്മുടെ ഓയിലേഴ്സ് തിയറം സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കിനി പ്രൂഫിലേക്ക് കിടക്കാം. Let R1, R2, etc. R 5m. Okay, 5m number of R's be the least residue of modulo m that are relatively prime to m. Okay, എന്താണ് നമ്മുടെ 5m number of R. ഓക്കെ, 5m number of Rകളാണ് നമ്മുടെ എമ്മുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സിൻ്റെ ലീസ്റ്റ് റെസിഡ്യൂസ്. ഓക്കെ, ബി ദി ലീസ്റ്റ് റെസിഡ്യൂ മോഡുലോ എം ദാറ്റ് ആർ റിലേറ്റീവ്ലി പ്രൈം ടു എം. ഓക്കെ, അതായത് നമുക്ക് കുറച്ച് ഇൻറ്റീജേഴ്സ് എടുക്കുക, R1, R2, എക്സെട്ര R 5m എന്ന കുറച്ച് ഇൻറ്റീജേഴ്സ് എടുക്കുക. ദാറ്റ് ബി ദി ലീസ്റ്റ് റെസിഡ്യൂ മോഡുലോ എം ദാറ്റ് ആർ റിലേറ്റീവ്ലി പ്രൈം ടു എം. ഓക്കെ, സോ ദെൻ ദി ഇൻറ്റീജേഴ്സ് എ R1, ഈ എല്ലാ ഈ R1, R2വിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ എന്ത് ചെയ്യുക, ഒരു കോമൺ ആയിട്ട് എ മൾട്ടിപ്ലൈ ചെയ്യുക. ഈ എ R1, എ R2, എക്സെട്ര എ R 5m, ഈ 5m എന്ന് പറഞ്ഞാൽ 5mth നമ്പർ. ഓക്കെ, ആർ കോൺഗ്രുവൻ മോഡുലോ എം R1, R2, എക്സെട്ര ഇൻ സം ഓർഡർ. നമ്മൾ ആ ഫെർമാറ്റ് തിയറത്തിലെടുത്തില്ലേ, അതുപോലെ അതേ ഫാക്റ്റാണ്. ഓക്കെ, ഇനി ദെൻ എ R1, എ R2, എക്സെട്ര ഇതിൻ്റെയൊക്കെ പ്രോഡക്റ്റ് എടുക്കുക. ഇറ്റ് വിൽ ബി കോൺഗ്രുവൻ ടു എന്താണ്, R1, R2, എക്സെട്ര R 5m മോഡ് എം. ഓക്കെ, ഇനി എ റേസ് ടു ദി പവർ 5m ഇൻറ്റു R1, R2, എക്സെട്ര. അതായത് ഇവിടെ എ എ എ അങ്ങനെ എ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 5m ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നില്ലേ, 5 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നില്ലേ. അപ്പോൾ അതിന് എ റേസ് ടു ദി പവർ 5m എന്ന് എഴുതി. ഇപ്പോൾ നമുക്ക് 2 × 2 × 2 എക്സെട്ര. അപ്പോൾ നമ്മളിപ്പോൾ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താൽ 2 ക്യൂബ് എന്ന് എഴുതില്ലേ, അതുപോലെ എ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 5m ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എ റേസ് ടു 5m എന്ന് എഴുതി. പിന്നെ ബാക്കി എന്തൊക്കെയാണ്, R1, R2, എക്സെട്ര R 5m കോൺഗ്രുവൻ ടു അതിൻ്റെ മോഡുലോസ്. അപ്പോൾ സിൻസ് ആർ ഐസ് എല്ലാം റിലേറ്റീവ്ലി പ്രൈം ടു എം ആണല്ലോ, അല്ലേ, നമ്മളിവിടെ എടുത്തില്ലേ, അങ്ങനെയല്ലേ നമ്മൾ ചൂസ് ചെയ്തത്, R1, R2, എക്സെട്ര അങ്ങനെ എല്ലാ ആർ ഐസും എന്താണ് റിലേറ്റീവ്ലി പ്രൈം ടു എം ആയിരിക്കും, അല്ലേ. എം ആകുമ്പോൾ ഉള്ള ലീസ്റ്റ് റെസിഡ്യൂസാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ എല്ലാത്തിൻ്റെയും ആറുകളുടെ എല്ലാം ജി സി ഡി വിത്ത് എം എടുത്തു കഴിഞ്ഞാൽ 1 ആണല്ലോ. ഇത് R1 ജി സി ഡി വിത്ത് എം 1 ആണ്, R2 ജി സി ഡി വിത്ത് എം 1 ആണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു നമ്മൾ എ R1, എ R2, എക്സെട്ര എ R 5m കോൺഗ്രുവൻ ടു R1, R2, എക്സെട്ര R 5m മോഡ് എം എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യാം, ഈ എകളെല്ലാം എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 5m ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എ റേസ് ടു ദി പവർ 5m R1, R2, എക്സെട്ര. അപ്പോൾ ഈ R1ഉം ഈ R2, എക്സെട്ര R 5m ഇത് രണ്ടും നമുക്ക് കോമൺ അല്ലേ, അത് ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും, വി ഗെറ്റ് എ റേസ് ടു 5m കോൺഗ്രുവൻ ടു 1 മോഡ് എം എന്ന് കിട്ടും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, ദാറ്റ്സ് ഓൾ വിത്ത് ഓയിലേഴ്സ് തിയറം.